ക്യൂട്ടീസ്, അപ്പോൾ ഒരു പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ യുണീക്കായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ആണ് കാണിക്കുന്നത്. ബർത്ത്ഡേക്കോ ക്രിസ്മസിനോ എന്തിനു വേണമെങ്കിലും കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിനെ 7 മെഷർമെൻ്റ് ഉള്ള സ്ക്വയറുകളായിട്ട് വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കണേ, ഇങ്ങേപ്പുറത്തും 7 എങ്കിലേ നമുക്ക് സ്ക്വയർ ആയി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് A4 ചാർട്ടിൽ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ നമ്മൾ 7 വെച്ചുള്ള 3 കോളം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചാർട്ട് വരും. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത 3 കോളങ്ങളുണ്ട് എക്സ്ട്രാ ആയിട്ടുള്ളത്, A4 ചാർട്ടിൽ ആവശ്യമില്ലാത്ത അത് കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേറെയും നമ്മൾ ബോക്സിന് ആവശ്യമുള്ള ഒഴിച്ച് ബാക്കി ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ക്രോസ് ചെയ്ത ഭാഗം വീണ്ടും കട്ട് ചെയ്ത് മാറ്റണേ. എങ്കിലേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ബോക്സിനുള്ള ചാർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് കണ്ടിച്ച് കളയാണ്. അപ്പോൾ കണ്ടിച്ച് കളയുമ്പോഴത്തേന് സൂക്ഷിച്ച് കാണിക്കണം, മെഷർമെൻറ്റ് തെറ്റുകയില്ല. കാരണം സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ തന്നെ ഷേപ്പ് വേണേ. പിന്നെ ന്യൂ ഇയറൊക്കെ അല്ലേ, ന്യൂ ഇയറായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തില്ലെന്ന് വേണ്ട, ഇഷ്ടമുള്ള ഗിഫ്റ്റ് ആർക്കെങ്കിലും, ഇഷ്ടമുള്ള ബെസ്റ്റ് ഫ്രണ്ടിനോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും കൊടുക്കാം. അപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഉണ്ട്, ഞാൻ ഈ ഭാഗം എല്ലാം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്യണേ. എങ്കിലേ മെഷർമെൻറ്റ് തെറ്റിക്കുക, നമ്മുടെ മെഷർമെൻറ്റ് തെറ്റിയാൽ നമ്മുടെ ബോക്സും തെറ്റും. അപ്പോൾ നമുക്ക് കണ്ടല്ലോ ഒരു ക്രോസ് ടൈപ്പിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് രണ്ട് സൈഡ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് 2-3 പിക്ചേഴ്സ് ഇറങ്ങി. ഈ സ്ക്വയറിലെ ആ സ്ക്വയറിനെക്കാട്ടി ചെറിയ മെഷർമെൻറ്റുള്ള സ്ക്വയറിനകത്തായിരിക്കണം നമ്മുടെ പിക്ചർ വരയ്ക്കേണ്ടത്. കാരണം അതിനകത്ത് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ കണ്ടു, ഞാൻ 3 പിക്ചർ ഓൾറെഡി വരച്ചു. ഇനി ഈ 3 സ്ഥലത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ 3 സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യണേ. വൈറ്റ് പേപ്പർ വെച്ച് ഇതാണ് കാര്യം. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ 2 മെഷർമെൻറ്റിൽ 2 കളറിലുള്ള ചാർട്ട് പേപ്പർ കണ്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ കാരണം ഈ ബോക്സിനുള്ള കവർ ഇതിന് ഈ 2 സൈഡ് നമ്മൾ 3 സ്ഥലത്ത് മാത്രമേ പിക്ചർ വെച്ചിട്ടുള്ളൂ. ഇനി 2 സൈഡ് പെൻഡിങ് ഉണ്ട്. ആ സൈഡിൽ വെക്കാനുള്ള ഒരു ബോക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചാണ്, വിഷമിക്കേണ്ട, പതുക്കെ നമുക്ക് ചെയ്താൽ മതി. അതിനാണ്ട് ഞാൻ ഒത്തിരി സ്പീഡ് ആക്കിയിട്ടില്ല. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് തെറ്റിയാൽ നമ്മുടെ ബോക്സിന് അടപ്പില്ലാതാവും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അടിച്ച ശേഷം ഇനി അതിനെ ഒരു ബോക്സ് പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെ എടുത്തുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും എടുത്താൽ അതൊന്നും മറക്കൊന്നും ചെയ്യില്ല കേട്ടോ. പകുതി ആകുമ്പോഴത്തെ എല്ലാവരും മറന്നു പോകും. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വിഷൻ ബോർഡ് പോലെ ഉണ്ടാക്കി അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എവിടേക്കിടയ്ക്ക് കാണുമ്പോൾ കാണും. അല്ലെങ്കിൽ ഒരു ഡയറിയിലോ പേപ്പറിലോ ഒക്കെ എഴുതാൻ കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മഴയും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എടുക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ എടുക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക, എത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. കിട്ടിയതിനെക്കുറിച്ച് സന്തോഷിക്കുക. അപ്പം പുതിയ ചാനൽ എടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഇട്ട് സന്തോഷിക്കുക. പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോക്സ് റെഡി ആയിട്ട്. ഇതുപോലെ 2 ബോക്സ് നമുക്ക് വേണം. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ആദ്യം കാണിച്ച പോലെ തന്നെ 2 ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ പെൻഡിങ് ആയിട്ട് നമ്മുടെ 2 ചാർട്ടിൻ്റെ കോളം വിട്ടിട്ടുണ്ടെന്ന്, ആ കോളത്തിനകത്തോട്ട് ഈ 2 ഒട്ടിച്ചെടുക്കണം. ഇതിനകത്താണ് നമ്മൾ ഗിഫ്റ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒട്ടുമേ സ്പീഡാക്കിയിട്ടില്ല. കാരണം വെച്ചാൽ മെഷർമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. സ്പീഡിലാക്കി ചിലപ്പം പിന്നെ ലോങ് വീഡിയോ എന്താണ്. ഇനി ഇതിനാവശ്യമുള്ള അടപ്പാണ് ഞാൻ കണ്ട മെഷർമെൻറ്റ് കാണിച്ചിരിക്കുന്നുണ്ടോ, അതിനുള്ള സെയിം മെഷർമെൻറ്റിനകത്താണ് അടപ്പുണ്ടാക്കുക. നമ്മൾ നേരത്തെ ഒരു 2 വെള്ളമെന്ന് പറഞ്ഞില്ല, ഒരു വെള്ള ചാർട്ട് പേപ്പർ, ഒരു ബ്ലൂ ചാർട്ട് പേപ്പർ ബോക്സ് ആയിട്ടും ഈ വെള്ള ചാർട്ട് പേപ്പർ അടപ്പായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതും 2 ഉണ്ടാക്കുക. അപ്പോൾ 2 എടുത്ത ശേഷം നമ്മൾ അടപ്പുണ്ടാക്കി. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും ഫുള്ളായിട്ടുള്ള ഒരു ബോക്സും കൂടെയാണ് അതിൻ്റെ കവർ. ഇതുണ്ട് ഏറ്റവും മെഷർമെൻറ്റുള്ള, അതായത് 1 പോയിൻറ്റ്. ഇത് ഏതെങ്കിലും മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുകളിൽ എഴുതി കാണിച്ചേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ ബോക്സിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാനിപ്പോൾ 2 നല്ല ക്യൂട്ടായിട്ട് 2 വളയും പിന്നെ ഒരു മാലയും അങ്ങനെയൊക്കെ ഇടാണ് നമ്മളിപ്പോൾ പിള്ളേർക്ക്. പിന്നെ അങ്ങേപ്പുറത്ത് നമുക്ക് ചോക്ലേറ്റ്, ന്യൂ ഇയർ അല്ലേ, ഇപ്പോൾ ചോക്ലേറ്റ് ഇല്ലെന്ന് വേണ്ട. അപ്പോൾ അതും കൂടെ കൊടുത്ത ശേഷം ഇപ്പോൾ 2 ഗിഫ്റ്റ് ഒരു ബോക്സിനകത്ത് 2 in 1 ടൈപ്പ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ അടപ്പും കൂടെ അടച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കാണുന്ന പല ബോക്സുകൾ കാണത്തില്ല, നമ്മൾ വെളിയിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലെ ഒരു. പക്ഷേ നമ്മുടെ കണ്ടോ നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് അടയ്ക്കാൻ പോകണം. ഇതിനെയാണ് മാജിക് കേട്ടോ. ഇതിനെ ഇങ്ങനെ 2 ഇങ്ങനെ അടയ്ക്കാം. പിന്നെ മറ്റേ 2 സൈഡിൽ നിന്നും കൂടെ അടച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബോക്സ് റെഡി. ഇനി ഇതിൻ്റെ വെളിയിലായിട്ട് നമ്മളൊരു കവർ ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിൻ്റെ അടപ്പിട്ട് അതും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോക്സ് ഇനി ഇച്ചിരി കൂടെ ഒരു ക്യൂട്ടാക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റിബണും കൂടെ എടുത്തിട്ടുണ്ട്. റിബണും വെച്ച് കെട്ടാം. ആദ്യമൊക്കെ ഞാൻ ഇച്ചിരി ബ്രോഡായിട്ടുള്ള റിബണും കുഴപ്പമില്ല. പക്ഷേ ചെറിയ ബോക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ റിബൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ റിബണും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കുള്ള ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ചെറിയ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ അവർക്ക് സന്തോഷമാവും അല്ലേ. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക എന്നറിയാം. ക്രിസ്മസിൻ്റെ ഒക്കെ ഹാങ് ഓവർ കഴിഞ്ഞെന്നും അറിയാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഫുള്ള് കാണണം.
കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി പുതിയതായിട്ട് വർഷത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കണം. പിന്നെ റെസൊല്യൂഷനൊക്കെ എടുക്കുന്നൊക്കെ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് എടുക്കുക. പിന്നെ എന്തെങ്കിലും എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 1K ആയതിന് വളരെ സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി ചാനലൊക്കെ വളരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഗിഫ്റ്റ് തുറക്കുന്ന കാണിച്ചു തരാം. അത് എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ ക്യൂട്ടി ആയിട്ടുള്ള കുറച്ച് പിക്ചർ വരച്ചതിൻ്റെ കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനമായില്ലേ. നമുക്ക് ആരുടെയും ഇത് നമ്മൾ വേണമെങ്കിൽ പിൻട്രസ്റ്റിലൂടെ നിങ്ങൾ നോക്കി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ നോക്കി വരയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ട്രേസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ വരച്ചെടുത്തു. അപ്പം അതിന് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരന് സർപ്രൈസ് ആകട്ടെ. കണ്ടോ, നമ്മൾ തന്നെ വരച്ചതാണെന്ന് കാണുമ്പോൾ അവർക്ക് ഇച്ചിരി സന്തോഷമാവും ഇല്ലേ. ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഗിഫ്റ്റ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളായ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് എന്നോട് പറയണേ. അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാനത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടനടി നമ്മൾ അടുത്തൊരു വേറെ കുറച്ച് ക്രാഫ്റ്റുകൾ, ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ ഇത് വെച്ച് നമ്മൾ ഇച്ചിരി എല്ലാവരും ബിസി ആയതുകൊണ്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റുകൾ ചെയ്യുകയാണ്. അപ്പം എന്നാലും നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗിഫ്റ്റുകളും നമ്മുടെ ഇമേജിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുകൂടെ ഉള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ എൻ്റെ കയ്യിൽ ഇതിനകത്ത് ഒതുങ്ങുന്നതായിട്ട്. കാരണം നമുക്ക് 2 ബോക്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജേർണലിങ്ങോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാം. സമയം അനുസരിച്ച് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത്. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം ആരുടെയെങ്കിലും ബർത്ത്ഡേ ഈ മന്തിൽ 1 ജനുവരിയിൽ വരുന്നെങ്കിൽ പറഞ്ഞാണ് ഞാൻ അതിൻ്റെ പേര് ഷോർട്ട് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.